തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായ 7 വയസ്സുകാരൻ മസ്തിഷ്ക മരണത്തിലേക്ക്. വെന്റിലേറ്ററിൽ 48 മണിക്കൂർ പിന്നിട്ടിട്ടും കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നതിനായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർമാരുടെ സംഘം പുറപ്പെട്ടു. അതേസമയം കേസിലെ പ്രതി അരുൺ ആനന്ദിന് തെളിവെടുപ്പിന് ശേഷം മുട്ടം സെഷൻ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, ഇപ്പോഴും കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കേരളത്തെ നടുക്കിയ സംഭവമാണ്, കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ മെഡിക്കൽ സംഘം എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? മസ്തിഷ്ക മരണം ഔദ്യോഗികമായി ഉടൻ സ്ഥിരീകരിക്കുമോ? വിഷ്ണു. നൃപൻ, നമുക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന വാക്കുകളാണ് ഇപ്പോൾ മെഡിക്കൽ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാറായിട്ടില്ലെന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത്. തലച്ചോറിന്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിൽ നടക്കുന്നുണ്ടെന്നും മെഡിക്കൽ സംഘം വിലയിരുത്തി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 5 അംഗ സംഘമാണ് ഈ കോലഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിലെത്തി കുട്ടിയുടെ ആരോഗ്യനില പരിശോധിച്ചത്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലച്ചതിനെ തുടർന്ന് തലച്ചോറിന്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാറായിട്ടില്ല. കുട്ടിയെ വെന്റിലേറ്ററിൽ തന്നെ തുടരാനും അതുപോലെ ഇപ്പോൾ നൽകുന്ന ചികിത്സകൾ തുടർന്ന് നൽകാനും തന്നെയാണ് മെഡിക്കൽ സംഘം നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടി അതിജീവിക്കാനുള്ള സാധ്യതകൾ കുറവാണെന്നും മെഡിക്കൽ സംഘം വിലയിരുത്തുകയുണ്ടായി. എന്തായാലും മെഡിക്കൽ സംഘത്തിന്റെ പരിശോധന അത് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രി അധികൃതരുമായുള്ള യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിലാണ് ബാക്കി എങ്ങനെയായിരിക്കും ഇനി ചികിത്സയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണോ എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഉള്ള തീരുമാനം ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ സംഘം അറിയിച്ചിരിക്കുന്നത് നിലവിലെ ചികിത്സകൾ തന്നെ തുടരാൻ വേണ്ടി മാത്രമാണ്. എന്തായാലും നേരിയ പ്രതീക്ഷകൾ വീണ്ടും നൽകുകയാണ്. നേരിയ പ്രതീക്ഷകൾക്കുള്ള സാധ്യതകൾ അല്ലെങ്കിൽ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷകളാണ് ഇപ്പോൾ മെഡിക്കൽ സംഘത്തിന്റെ വാക്കുകളിൽ നിന്നുള്ളത്. പീഡിയാട്രീഷ്യനും ന്യൂറോ സർജനും ന്യൂറോളജിസ്റ്റും ഉൾപ്പെടുന്ന വിദഗ്ധ സംഘമാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തി കുട്ടിയുടെ ആരോഗ്യനില പരിശോധിച്ചത്. എന്തായാലും ഏറെ നേരം പരിശോധന നടത്തിയതിനൊടുവിലാണ് ഇപ്പോൾ വെന്റിലേറ്റർ മാറ്റാറായില്ലെന്നും മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന് പറയാറായിട്ടില്ലെന്നും മെഡിക്കൽ സംഘം വിലയിരുത്തുകയുണ്ടായത്. എന്തായാലും നേരിയ പ്രതീക്ഷകൾ ഒരിക്കൽ കൂടി കോലഞ്ചേരിയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി നമ്മൾ ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷകൾ തന്നെയാണ് പങ്കുവെക്കുന്നത്. നൃപൻ. വിഷ്ണു, വിവരങ്ങൾ വ്യക്തമാണ്. ഏറെ പ്രതീക്ഷ നൽകുന്ന, ചെറിയ ആശ്വാസം ലഭിക്കുന്ന വാർത്തയാണ് വിഷ്ണു ഇപ്പോൾ നൽകിയത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. അതായത് ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നേരിയ രീതിയിൽ തലച്ചോറിന്റെ പ്രവർത്തനം ഇപ്പോഴുമുണ്ട് എന്ന് പ്രത്യേക മെഡിക്കൽ സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയെന്നും കുട്ടിയെ വീണ്ടും വെന്റിലേറ്ററിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരമാണ് വിഷ്ണു നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം ഓയൂരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്തൃമാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി സ്വദേശിനി തുഷാരയാണ് മരിച്ചത്. ഓയൂർ സ്വദേശി ചന്തുലാൽ, ഗീതാലാൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 21-നാണ് തുഷാര മരണപ്പെടുന്നത്. മരിച്ച നിലയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ഭർത്താവും വീട്ടുകാരും മുങ്ങുകയായിരുന്നു. സ്ത്രീപീഡനം മൂലമാണ് മരണമെന്ന് പരാതി ഉയർന്നതോടെ പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി. ഇതിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. തുഷാരയ്ക്ക് വേണ്ടത്ര ഭക്ഷണമോ പോഷകങ്ങളോ ലഭിച്ചിരുന്നില്ല. ശാരീരികവും മാനസികവുമായ പീഡനം മൂലമാണ് മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായി. മരണസമയത്ത് 21 കിലോ ഭാരം മാത്രമാണ് തുഷാരയ്ക്ക് ഉണ്ടായിരുന്നത്. പലപ്പോഴും മകളെ കാണാൻ പോലും ഭർത്താവും വീട്ടുകാരും അനുവദിച്ചിട്ടില്ലെന്ന് തുഷാരയുടെ അമ്മ പറഞ്ഞു. നമ്മൾ ഫോൺ ചെയ്താൽ തന്നെ അവൻ കൊടുക്കത്തില്ല കുഞ്ഞിന്. അവൻ പല കാരണങ്ങളും പറഞ്ഞു. ഞാൻ പുറത്തേക്ക് വീട്ടിൽ വന്നിട്ട് വിളിക്കാം. നമ്മൾ 2-3 പ്രാവശ്യം വിളിക്കുമ്പോൾ അവൻ പറയും ഞാൻ പുറത്താണ്, ഞാൻ വന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞു. പിന്നെ ചില സന്ദർഭങ്ങളിൽ അവൻ ഫോൺ എടുക്കാറ് പോലുമില്ല. ചന്തുലാലിനും കുടുംബത്തിനും പരിസരവാസികളുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. പീഡന വിവരം പുറത്തറിയാതിരിക്കാൻ ഇതും ഒരു കാരണമായി. കേസിൽ ചന്തുലാലിനെയും അമ്മ ഗീതാലാലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് വിശദമായി പരിശോധിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
മീൻമണമേറ്റാൽ ഓക്കാനം വരുമെന്ന ശശി തരൂരിന്റെ വിവാദ പരാമർശത്തിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമായതോടെ തന്റെ പരാമർശത്തെ ന്യായീകരിച്ച് ശശി തരൂർ വാർത്താസമ്മേളനം വിളിച്ചു. ഇടതുപക്ഷവും BJPയും തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുകയാണെന്ന വാദമാണ് തരൂർ മുന്നോട്ട് വച്ചത്. ശുദ്ധ വെജിറ്റേറിയൻ പ്രയോഗത്തിലെ സവർണ ജാതീയതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല. മീമണമേറ്റാൽ തനിക്ക് ഓക്കാനം വരുമെന്ന് കടലിന്റെ മക്കളെ അപമാനിച്ച് ട്വിറ്ററിൽ ശശി തരൂർ നടത്തിയ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇന്നും സംസ്ഥാനത്തുടനീളം നടന്നത്. തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളുടെയും കൃഷിക്കാരന്റെയും ദേഹത്ത് വിയർപ്പ് ഉണക്കും, മത്സ്യത്തൊഴിലാളിയുടെ ദേഹത്ത് മത്സ്യം ഉണക്കും. ഈ വിയർപ്പിന്റെ ഗന്ധവും മത്സ്യഗന്ധവുമാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയെ നിലനിർത്തുന്നത് എന്ന യാഥാർത്ഥ്യം ഒരിക്കലും അദ്ദേഹം വിസ്മരിക്കരുത് എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യമേഖലയിൽ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ പോലും നടത്താത്ത ഒരു MP ആണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ തിരിച്ചടിയുണ്ടാക്കുമെന്ന തിരിച്ചറിവിൽ ശശി തരൂർ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തു. കോൺഗ്രസ് അനുകൂല മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കളെയും കോവളം MLA M. വിൻസെന്റിനെയും കൂടെ കൂട്ടിയായിരുന്നു ശശി തരൂരിന്റെ വാർത്താസമ്മേളനം. ഇടതുപക്ഷവും BJPയും തനിക്കെതിരെ വ്യാജ പ്രചരണമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം ആക്ഷേപമുന്നയിച്ചു. മനഃപൂർവ്വമായിട്ട് അതിനൊരു ഇല്ലാത്ത അർത്ഥം കൊടുത്തിട്ട് ജനങ്ങൾക്ക് ഓകാരം വരുന്ന ഒരു ശബ്ദി വരുന്ന തോന്നലുണ്ട്. ഞാൻ ഈ ജീവിതത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടൊരു പ്രചരണം ചെയ്യാൻ തുടങ്ങി. ഞാൻ മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചു. എന്നാൽ ശുദ്ധ സസ്യബുക്ക് പ്രയോഗത്തിലെ സവർണ ജാതീയതയെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ ശശി തരൂരിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. നിങ്ങൾ ഏത് ചാനലിലാണ് വന്നിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് ഇതിലൊന്ന് മനസ്സിലാക്കി. പരാമർശം വിവാദമായതോടെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ച് മുൻപോട്ടു പോകാനാണ് ശശി തരൂരിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലേക്ക് ഇന്നത്തെ പ്രചരണ പരിപാടികളും മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അമർഷം. പാണക്കാട് ഹൈദരലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ഹൈക്കമാൻഡിനെയും KPCCയെയും അറിയിച്ചു. കോൺഗ്രസ് മുന്നണിയുടെ വിജയസാധ്യത ഇല്ലാതാക്കുന്നുവെന്ന ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുമെന്ന വാർത്ത ആവേശത്തോടെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ തീരുമാനം വൈകുന്നത് ലീഗ് നേതൃത്വത്തെ അമർഷത്തിലാക്കി. മണ്ഡലത്തിലെ മുന്നണിയുടെ വിജയസാധ്യത കോൺഗ്രസ് ഇല്ലാതാക്കുന്നുവെന്ന ആശങ്ക മുസ്ലിം ലീഗ് വയനാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തെ അറിയിച്ചു. തുടർന്നാണ് പാണക്കാട് ഹൈദരലി തങ്ങൾ നേതൃയോഗം വിളിച്ചത്. മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ഹൈദരലി തങ്ങൾ ഹൈക്കമാൻഡിനെയും KPCCയെയും അറിയിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. നേരത്തെ മുതൽ ഞങ്ങൾ രാഹുൽജിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണുള്ളത്. അതേ നിലപാട് തുടരുന്നു. അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. അത് സംബന്ധിച്ച് പറഞ്ഞ നിലപാടൊക്കെ പറഞ്ഞത് തന്നെ, തങ്ങൾ പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെ. പക്ഷെ നീണ്ടു പോണ്ട എന്നുള്ള വികാരം ഞങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇന്ന് കാലത്ത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തങ്ങൾ നേരിട്ട് AICC നേതാക്കന്മാരെയും അതുപോലെ തന്നെ KPCC നേതാക്കന്മാരുടെയൊക്കെ തീരുമാനം വേഗം ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മാത്രമല്ല വടകരയിലും UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിന്നോട്ടു പോയെന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ നിന്ന് മുന്നണിയിലേക്ക് പടർന്നതോടെ UDF കൂടുതൽ പ്രതിസന്ധിയിലായി. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം നാളേക്കകം ഉണ്ടാകുമെന്ന് സൂചന. നാളെ കർണാടകയിലെ റാലിക്ക് മുൻപായി തീരുമാനം ഉണ്ടാകുമെന്നാണ് AICC വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം വാരാണസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതകളും കോൺഗ്രസ് നേതാക്കൾ തള്ളിക്കളയുന്നില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം നാളേക്കകം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. ഇന്ന് ദില്ലിയിൽ തുടരുന്ന രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളുമായി മത്സരിക്കുന്ന കാര്യം ചർച്ച ചെയ്തേക്കും. ഇതിൽ തീരുമാനമായാൽ നാളെ കർണാടകയിൽ നടക്കുന്ന റാലിയിൽ തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച സൂചനയും രാഹുൽ നൽകിയേക്കും. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ആവശ്യം ന്യായമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പ്രതികരണം. അതേസമയം കർണാടകയിലെ ബിധാർ മണ്ഡലത്തിൽ മത്സരിച്ചാൽ കൂടുതൽ നേരം മണ്ഡലത്തിൽ ചെലവഴിക്കേണ്ടി വരുന്നതിനാൽ രാഹുൽ ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച സാധ്യത ഇപ്പോഴും തുറന്നുകിടക്കുന്നു. 2-ാം തീയതി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കുന്നതിനാൽ എവിടെ മത്സരിക്കാൻ തീരുമാനിച്ചാലും 1-ാം തീയതിയോ 3-ാം തീയതിയോ നാമനിർദ്ദേശ പത്രിക നൽകാനാണ് സാധ്യത.
സാധ്യത. ഇതിന്റെ പ്രവർത്തനങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. മത്സരിക്കുന്നതിൽ പ്രിയങ്കയ്ക്ക് തീരുമാനമെടുക്കാമെന്നാണ് രാഹുലിന്റെ നിലപാട്. പ്രിയങ്ക മത്സരിച്ചാൽ മോദിക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. രാഹുൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ പ്രിയങ്ക വാരണാസിയിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ മന്ത്രി ജി സുധാകരൻ. രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് ശത്രുക്കൾ പറഞ്ഞിരുന്നെന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. മുല്ലപ്പള്ളി രാഹുൽ ഗാന്ധിയിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയായിരുന്നുവെന്നും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ജി സുധാകരൻ പ്രതികരിച്ചു. ആക്ഷേപിച്ചിരിക്കുകയാണ്, ഞങ്ങളെയല്ല ആക്ഷേപിച്ചത്. കാരണം രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവില്ലെന്നും ആരെങ്കിലും പറയുന്നതാണ് കേൾക്കുന്നതെന്നും ശത്രുക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞു. അതാണ് MK രാഘവന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ നിന്ന് T സിദ്ദിഖ് വിട്ടുനിന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കം കാരണമാണ് വിട്ടുനിന്നത്. സുരക്ഷാ ഭീഷണി കാരണം വയനാട് സന്ദർശനം മാറ്റിവെച്ച രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് കരുതുന്നില്ലെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ കാസർഗോഡ് പറഞ്ഞു. SP-യും BSP-യും സഹായിക്കില്ലെന്ന ആശങ്കയാകും UP-ക്ക് പുറത്ത് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ആലോചിക്കുന്നത്. വയനാട് സ്ഥാനാർത്ഥി വിഷയത്തിൽ KPCC-ക്ക് അശ്രദ്ധ ഉണ്ടായോ എന്ന് പറയേണ്ടി വരുമെന്നും മന്ത്രി E ചന്ദ്രശേഖരൻ പ്രതികരിച്ചു. ഈ വയനാട്ടിലേക്ക് വരണമെന്ന് തീരുമാനിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ UP-യിൽ അമേത്തിയിലും റായ്ബറേലിയിലും 2 സീറ്റുകളിൽ SP, BSP സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചു. പക്ഷെ അതൊരു കുരുക്കാണോ എന്ന് ഇവർക്ക് ചിലപ്പോൾ സംശയം തോന്നുന്നുണ്ടാവും. സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നാൽ അവരുടെ വോട്ട് റിസർവ് ചെയ്യാം, ആർക്കും കൊടുക്കാം. അപ്പം ഇവരോടുള്ള താല്പര്യം കൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞതാണോ എന്ന് ആദ്യം ധരിച്ചു കാണും. പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും അപകടം വരുത്തിയാലോ എന്ന് തോന്നിയപ്പോഴായിരിക്കും പുതിയ മണ്ഡലത്തെക്കുറിച്ച് ചിന്തിച്ചത്. മധ്യവേനൽ അവധിക്കാലത്ത് സ്കൂളുകളിൽ ക്ലാസുകൾ നടത്തരുതെന്ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. CBSE, ICSE സ്കൂളുകൾ അടക്കം സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കുമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് സൂര്യാതപ മുന്നറിയിപ്പ് തുടരുന്നു. അതീവ ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നീട്ടി. ഒരു മാസത്തിനിടെ 364 പേർക്കാണ് സൂര്യാതപം ഏറ്റത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഈ മാസം അവസാനം വരെ താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സൂര്യതപം ഒഴിവാക്കാനായി പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണം എന്നതാണ് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്, 41 ഡിഗ്രി സെൽഷ്യസ്. തുടർച്ചയായി 4 ദിവസമാണ് 41 ഡിഗ്രി ഇവിടെ രേഖപ്പെടുത്തുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ താപസൂചിക പ്രകാരം തുടർന്നുള്ള ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്നും ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. എന്നാൽ വേനൽമഴ നേരിയ തോതിൽ സംസ്ഥാനത്തെത്തിയത് പ്രതീക്ഷ നൽകുന്നു. അടുത്ത ആഴ്ചയോടെ വേനൽമഴ സംസ്ഥാനത്ത് പരക്കെ ലഭിക്കും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. ഇത് ലഭിച്ചില്ലെങ്കിൽ ചൂട് ഇനിയും കടുക്കും. നിലവിൽ 51% കുറവാണ് വേനൽമഴയിൽ ഇതിനോടകം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാധ്യമ വാർത്തകളുടെ ആധികാരികതയും കൃത്യതയും പരിശോധിക്കാനുള്ള സംവിധാനം അന്താരാഷ്ട്ര തലത്തിലെന്ന പോലെ ഇവിടെയും ആവശ്യമാണെന്ന് MA ബേബി. ജനാധിപത്യ സംരക്ഷണത്തിൽ പ്രധാന സ്ഥാനം മീഡിയയ്ക്കുണ്ടെന്ന് MA ബേബി കോഴിക്കോട് പറഞ്ഞു. സത്യാനന്തര കാലത്ത് നവമാധ്യമവും ജനാധിപത്യവും എന്ന വിഷയത്തിൽ കേരള സർക്കാർ സാംസ്കാരിക ഉന്നത സമിതി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. The very famous newspaper, Washington Post, they were compelled to correct wrong reporting they have done in Washington Post as a result of the exposure made by this association. ചാലക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഇന്നസെന്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അല്ല, നാമനിർദ്ദേശ പത്രിക നമ്മൾ സമർപ്പിച്ചു. ഇനി 5-ാം തീയതിയാണ് അതിന്റെ സ്കൂട്ടിനി കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടും.
പക്ഷെ നമ്മൾ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. 5-6 ദിവസങ്ങളായിട്ട് നമ്മൾ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. റെസ്പോൺസ് ആരെങ്കിലും റെസ്പോൺസ് മോശമാണെന്ന് പറയില്ലല്ലോ. എല്ലാ ആൾക്കാരും പറയും നല്ല ഇതാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഞാനും അങ്ങനെ തന്നെ പറയുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണെന്നും രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമാണെന്നും LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാർ. LDF സർക്കാരിന്റെ മികച്ച പ്രവർത്തനം കാരണം ജനങ്ങളുടെ പിന്തുണ വർദ്ധിച്ചു. 2016 തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം LDFന് മുൻതൂക്കമുണ്ടായെന്നും പ്രദീപ് കുമാർ പ്രതികരിച്ചു. വിജയം സുനിശ്ചിതമാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ. നമുക്ക് അത് രാഷ്ട്രീയമായ കാരണങ്ങളും അതുപോലെ ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഉയർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്. 2016 തെരഞ്ഞെടുപ്പിന് ശേഷം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലാകെ നടന്ന ബൈ ഇലക്ഷനുകളിലൊക്കെ LDFന് മുൻതൂക്കാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും രാഷ്ട്രീയമായിട്ടുള്ളൊരു പിറകോട്ടടിയുടെയോ സ്വാധീനം കുറഞ്ഞതിൻ്റെയോ ഒരു ലാഞ്ചന പോലും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല LDF സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനം കാരണം ജനങ്ങളുടെ പിന്തുണ കൂടുകയാണ് ചെയ്തത്. ഈ ഘടകങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല നിലയിൽ അനുകൂലമാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. കൂടുതൽ മെച്ചപ്പെട്ട വിജയത്തിലേക്ക് എത്താനാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. ആലത്തൂർ LDF സ്ഥാനാർത്ഥി PK ബിജു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കാട് ജില്ലാ കളക്ടർ D. ബാലമുരളിക്കാണ് പത്രിക നൽകിയത്. മന്ത്രിമാരായ AK ബാലൻ, K. കൃഷ്ണൻകുട്ടി, AC മൊയ്തീൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, MLA മാരായ KD പ്രസേനൻ, K. ബാബു തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. തിരുവനന്തപുരത്തെ ഇടതു സ്ഥാനാർത്ഥി C. ദിവാകരനും ആറ്റിങ്ങലിലെ ഇടതു സ്ഥാനാർത്ഥി A. സമ്പത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർ K. വാസുകി മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M. വിജയകുമാർ, CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ എന്നിവർക്കൊപ്പമെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത്. 2 മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് അനുകൂല തരംഗമാണെന്ന് സ്ഥാനാർത്ഥികൾ പ്രതികരിച്ചു. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ് പത്രിക സമർപ്പിച്ചു. ജില്ലാ വരണാധികാരി ജില്ലാ കളക്ടർ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. മന്ത്രിമാരായ G. സുധാകരൻ, P. തിലോത്തമൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മന്ത്രി E. ചന്ദ്രശേഖരൻ, P. കരുണാകരൻ MP എന്നിവർ ഉൾപ്പെടെ LDF നേതാക്കൾക്കൊപ്പമെത്തി കളക്ടർ D. സജിത് ബാബുവിന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P. രാജീവ് പത്രിക സമർപ്പിച്ചു. 3 സെറ്റ് പത്രികകളാണ് രാജീവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടത്. MLA മാരായ S. ശർമ്മ, M. സ്വരാജ്, ജോൺ ഫെർണാണ്ടസ് എന്നിവരാണ് രാജീവിനെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. പ്രശസ്ത കഥാകൃത്ത് T. പത്മനാഭൻ കെട്ടിവയ്ക്കാനുള്ള തുക നൽകി. തൃക്കാക്കര ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായെത്തിയാണ് രാജീവ് പത്രിക സമർപ്പിച്ചത്.